പ്രിയപ്പെട്ടവരെ, സമസ്ത 100-ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനത്തിൽ 33,313 പേർക്കാണ് സൗകര്യങ്ങളുള്ളത്. ഇതിൽ തന്നെ എങ്ങനെയൊക്കെയാണ് ക്യാമ്പുകൾ നടക്കുന്നത്, അവരുടെ രജിസ്ട്രേഷനുകൾ എങ്ങനെ, ആരൊക്കെയാണ് ഓരോ ക്യാമ്പിലും പങ്കെടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. മാത്രമല്ല, സാധാരണഗതിയിൽ സംസ്ഥയുടെ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ മറ്റ് ക്യാമ്പുകളിലൊക്കെ നമ്മൾ കണ്ടുവരാറുള്ള സ്പോട്ട് രജിസ്ട്രേഷനുകളുണ്ട്. നമുക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമുണ്ടോ, സംവിധാനമുണ്ടോ എന്നതൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. എൻ്റെ കൂടെയുള്ളത് ഈ സമസ്ത മഹാസമ്മേളനവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ക്യാമ്പിൻ്റെ കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ് മുസ്തഫ അഷ്റഫി കക്കുപടി അവർകളാണ്. ഉസ്താദ് അതിൽ വ്യക്തതകൾ വരുത്തും. ഉസ്താദെ, നമ്മൾ ആദ്യം ആ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ എത്ര 33,313 ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ക്യാമ്പ് ഹിസ്റ്ററി ആയിരിക്കും ഈ ഒരു ഹ്യൂജ് കൗണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ 33,313 ആളുകളെ നമുക്ക് ക്രോഡീകരിക്കാൻ കഴിയുന്നത്? സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമുള്ള കാര്യമില്ല. 33,313 പറയും പിന്നീട് 50,000 ആക്കണമെങ്കിലും എത്രത്തോളം ഞങ്ങളിത് ഫസ്റ്റ് സിറ്റിങ്ങിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ ആദ്യം കണക്കൂട്ടിയപ്പോൾ ഏകദേശം 1,00,000 വരെ എത്തുന്ന രീതിയിലേക്കാണ് പോയത്. കാരണം സംസ്ഥാന സംവിധാനങ്ങൾ നമുക്കറിയാം, ഒരുപാട് ഉപസമിതികളുണ്ട്, പോഷകഘടകങ്ങളുണ്ട്. അപ്പോൾ ഒന്നും വേണ്ട, സംസ്ഥാനത്തിൻ്റെ മുഴുവൻ മദ്രസയിൽ നിന്ന് 10 ആൾ എന്ന് പറഞ്ഞാൽ എത്ര പേരായി നമുക്കറിയാലോ. 12 ലക്ഷത്തോളം 12,000 മദ്രസ നമുക്കുണ്ട്. അങ്ങനെയാണ് കുട്ടികൾ തന്നെ. നമുക്ക് ഈ എണ്ണം വിഷയമുള്ള കാര്യമില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 33,313 എന്നുള്ളത് ഒരു മഹലിൽ നിന്ന് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഔദ്യോഗികമായ സംഘടനകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, SMF ഉൾപ്പെടെയല്ലാതെ ആയിരിക്കുന്ന ഉസ്താദുമാർ, ജമിയത്തുൽ ഖുത്തബാ, ഖത്തീബുമാർ, മുദ്രിസുമാർ, ഇങ്ങനെ എല്ലാ ഭാഗത്തിനും പ്രാതിനിധ്യം കൊടുക്കുന്ന രീതിയിലാണ് 33,313 രൂപ നമ്മൾ നൽകിയിട്ടുള്ളത്. നമുക്കിതിൽ ഇന്ന് നമ്മുടെ ക്യാമ്പ് അവസാനം നമ്മൾ സംസാരിക്കുന്നത് ഡിസംബർ 8-ാം തീയതി രാവിലെ 9 മണിക്ക് മുതൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം രജിസ്ട്രേഷൻ വെബ്സൈറ്റ് റീ ഓപ്പണിംഗ് എന്നാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഇന്നൊരു ദിവസം കൂടി സ്പെഷ്യലി അലോട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? അത് ഇന്ന് എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? അതങ്ങനെ ചെയ്യാനുള്ള കാരണം ഞാനതിന് പറയാം. ആദ്യം നമ്മൾ മുമ്പേ രജിസ്ട്രേഷൻ തുടങ്ങിയിരുന്നു. പക്ഷെ ഒറ്റയടിക്ക് 23,000 ആളുകളായിപ്പോയി. അപ്പോൾ ജനറൽ ക്യാമ്പിലേക്ക് നമുക്ക് വേണ്ടത് 23,000 ആളുകളാണ് വേണ്ടത് ജനറൽ ക്യാമ്പിലേക്ക്. പിന്നെ 10,313 വേറെ ഒരു പ്രബോധക സംഘത്തിലേക്കുള്ള ആളുകളാണ്. അപ്പോൾ ഇതിലേക്കുള്ള ആളുകൾ പെട്ടെന്നായിപ്പോയി. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസം ഉണ്ടായി. ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. അതിലൊരു വ്യക്തത വേണ്ടതുണ്ട്. ഈ ജനറലും ഈ ദഅവത്തിന് വേണ്ടിയുള്ള ഒരു 10,313 ആളുകളും ഇവർ ഏതൊക്കെ സമയത്താണ് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്? അവർ രണ്ടുപേരും ഒരേ സമയത്താണോ? ഇനി ഈ ക്യാമ്പ് സൈറ്റിൽ തന്നെ ഒരേ സമയം എത്ര ക്യാമ്പുകൾ അല്ലെങ്കിൽ എത്ര ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്? ആദ്യം നമുക്ക് 1 by 1 ആയിട്ട് പോവാം. എന്താണ് ഈ ജനറലും അതോടൊപ്പം തന്നെ ദഅവത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടീമും? ഈ ജനറൽ ക്യാമ്പ് ഇതിലുള്ള വ്യത്യാസം 10,313 എന്ന് പറയുന്നത് കേവലം സമ്മേളനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. മറിച്ച് സമ്മേളനത്തിന് ശേഷം സമൂഹത്തിലേക്ക് സമസ്ത സമർപ്പിക്കുന്ന വലിയൊരു സമ്മാനം, ഗിഫ്റ്റ് എന്ന് പറയാം. 100-ാം വാർഷികത്തിൻ്റെ ഒരു ഉപഹാരമാണ് ഈ 10,313. അവർക്ക് എന്തെങ്കിലും പേരുണ്ടോ? ആ പേര് മുഷാവറ തീരുമാനിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടില്ല, മുഷാവറ പ്രഖ്യാപിക്കും. ദൈവത്തിനുള്ളൊരു ടീം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അവർ സമ്മേളനത്തിന് ശേഷം ഇനി കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും വിദേശ രാജ്യങ്ങളിലും പ്രബോധനം നടത്താനുള്ള ടീമായിട്ടാണ് സംസ്ഥവരെ സമൂഹത്തിലേക്ക് സമർപ്പിക്കുന്നത്. അത് 28-ാം തീയതി നമ്മൾ സമ്മേളനം നടക്കുമ്പോൾ, ആ സമ്മേളനം 8-ാം തീയതി നമ്മൾ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളന ദിവസത്തിൽ ഇവരെ പ്രത്യേക സ്ഥലത്തിരുത്തി സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ നേതൃത്വം പ്രഖ്യാപിക്കും. അതോടുകൂടി ഫീൽഡിൽ ഇറങ്ങും. ഇതാണ് ഈ 10,313. അവർക്ക് പ്രത്യേക ക്ലാസ്സുകളുണ്ട്. അവർ ഫെബ്രുവരി 4-ാം തീയതി 4 മണിക്ക് മുമ്പായിക്കൊണ്ട് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അവരെത്തണം. 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതി ഉച്ച വരെ ഇവർക്ക് മാത്രമുള്ള പ്രോഗ്രാമാണ്. ഇവരെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? ഇവരെ നമ്മൾ SKSF മുഖേനയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. SKSFിൻ്റെ ഒരു യൂണിറ്റിൽ നിന്ന് 3 പേരെന്ന രീതിയിൽ. പ്രായം 18 വയസ്സ് കഴിഞ്ഞവർ. പിന്നെ അങ്ങോട്ട് പ്രശ്നമില്ല. നമുക്ക് പിന്നെ വീടുകൾ കയറി ചെല്ലാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റുന്നൊരു ടീം. അവർ പണ്ഡിതന്മാരും അല്ലെങ്കിൽ മുത്തഅല്ലിമുകൾ മാത്രമായിരിക്കും. എല്ലാം ഉണ്ട്. അതിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, വലിയ ആലിമീങ്ങളുണ്ട്. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു ടീമാണിത്. പ്രായ വ്യത്യാസമല്ല, 18-ന് മുകളിൽ ആർക്കും ആവാം. അപ്പോൾ ഇവർക്ക് 4-ാം തീയതി പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ ഇതിലേക്ക് വെക്കുന്നത്. പിന്നെ അടുത്ത ടീമാണ് ജനറൽ ടീം. അവരെത്തേണ്ടത് 6-ാം തീയതിയാണ്. 6-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് അവിടെ എത്തിച്ചേരുന്നത്. ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആളുകളും ഒക്കെ ജനറൽ ആണെങ്കിൽ 6-ാം തീയതി എത്താൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ 6-ാം തീയതി മുതൽ നടക്കുന്ന ജനറൽ ക്യാമ്പിൽ ഇവരും ഉണ്ടാകും.
നമ്മൾ ഈ പറയുന്ന 10,313 ആളുകളാണ്. അപ്പോൾ ജനറൽ ക്യാമ്പിൽ 23,000 ആളുകളും പ്ലസ് ഇവർ 10,313, അങ്ങനെ മൊത്തം 33,313 ആളുകളാണ് ക്യാമ്പിലുണ്ടാകുക. ഈ 33,313 നമ്മൾ 313 ബ്ലോക്കൊക്കെ തിരിക്കും. നമ്മുടെ ഗ്രൗണ്ടിൽ 313 ബ്ലോക്ക് ആയിരിക്കും. ഈ ഓരോ ബ്ലോക്കിലും ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. അതാണ് ഈ 313. ഓരോ ബ്ലോക്കിലും അവരുടെ കീഴിൽ 106 ആളുകളുണ്ടാവും. 100-106 ഇടയിലുള്ള ആളുകളുണ്ടാകും. ഇവരാണ് ഈ 106 ആളുകളെ നോക്കേണ്ടത്. ഈ 106 73 ആളുകൾ ജനറൽ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തു. 33 ആളുകൾ ഈ പറയുന്ന 10,313 പെട്ട ആളുകളായിരിക്കും. ഈ 33 ആളുകളായിരിക്കും ഇവർ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാൾ ശരിക്ക് ഈ 10,313 പെട്ട ഒരാൾ 2 ആളെ നോക്കിയാൽ മതി. സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. എല്ലാവരും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ 33,000 ആളുകൾക്ക് ഭക്ഷണം എങ്ങനെ എത്തിക്കും, അവരുടെ കാര്യങ്ങൾ ആരും നോക്കും? ഒരു പ്രശ്നമില്ല. കാരണം 10,313 സേവന സന്നദ്ധ ടീമാണ്. അവർക്ക് ഒരാൾ 2. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന 2,000 വിക്കായ വളണ്ടിയേഴ്സിന് പുറമെയാണ്. ആണല്ലേ, വിക്കായ് വേറെയാണ്. അതൊന്നും ഇതിൽ പെടുന്നില്ല. വിക്കായ് വരുന്നില്ല, തൊലബ വരുന്നില്ല. ഇത് വേറൊരു ടീമായിട്ട് സമസ്ത നേരിട്ട് സമൂഹത്തിലേക്ക് സമർപ്പിക്കുന്ന പുതിയൊരു ടീമാണ് ഈ 10,313. ഈ 10,313 ആളുകൾ 4-ാം തീയതി മാത്രമാണോ നേരിൽ കണ്ടുമുട്ടുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇന്ന് ഇവിടെ ബഹ്റൈനിൽ വെച്ചുകൊണ്ട് ഗ്ലോബൽ പ്രീ ക്യാമ്പ് ആരംഭിക്കാം. അതായത് സമ്മേളനത്തിൻ്റെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രീ ക്യാമ്പിൽ നിർബന്ധമായി അറ്റൻഡ് ചെയ്തിരിക്കണം. അതിൻ്റെ ഗ്ലോബൽ അടിസ്ഥാനത്തിലുള്ള പ്രീ ക്യാമ്പ് ആരംഭിക്കാം. ഓൺലൈനാണോ? അല്ലല്ല, ഓഫ്ലൈനിലാണ്. ഇന്ന് ബഹുമാനായ സയ്യിദുൽ ഉലമ ബഹ്റൈനിൽ വെച്ചുകൊണ്ട് എൻ്റെ ക്യാമ്പ് ആരംഭിക്കും. ഇന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഡിസംബർ 7-ാം തീയതിയാണല്ലോ. അതെ, യെസ്, അങ്ങനെ കണക്കാക്കുക. ഓക്കെ, ഡിസംബർ 7-ാം തീയതി തങ്ങൾ ഇന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യും. അതോടുകൂടെ വിദേശത്തെ എല്ലാ രാജ്യങ്ങളും, അത് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ രാജ്യങ്ങളിലും വളരെ മത്സരത്തോടുകൂടിയാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. അത് UK ന്നുണ്ട്, തുർക്കിയിൽ നിന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ട്രാവലൊക്കെ പ്രശ്നമാവില്ലേ? പല കൺട്രീസിൽ കിടക്കുന്ന ആളുകൾ ബഹ്റൈനിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതിന് ബഹ്റൈനിൽ നിന്ന് ഉദ്ഘാടനം മാത്രമാണ്. ഓക്കെ, അത് അതേപോലെ എല്ലാ രാജ്യങ്ങളും പ്രീ ക്യാമ്പ് നടക്കും. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രീ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മസ്റ്റാണ്. കാരണം അതിലായിരിക്കും ഇവർക്കെല്ലാം നിർദ്ദേശം. ഇതിൻ്റെ ഒരു ചുമതലയുള്ള ആളുകൾ ആരൊക്കെയാണ് ഈ 10,313? ഇതിൻ്റെ മൊത്തത്തിൽ നമ്മൾ ഈ ക്യാമ്പിൻ്റെ ചുമതല പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനും, നമ്മുടെ സംസ്ഥാന കേന്ദ്ര മുഷാവർ അംഗം CK അത്തർക്കം ഫേസി ജനറൽ കൺവീനറും കോർഡിനേറ്റർ ഞാനാണ്. പിന്നെ നമ്മൾ ഈ മൊത്തത്തിൽ ക്യാമ്പിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി 11 പേരുണ്ട്. അവരെ താഴെയായിട്ട് 33 പേരുണ്ട്. അതിൻ്റെ താഴെയായിക്കൊണ്ടാണ് 313 ആളുകൾ. ഇവരാണ് ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് നടക്കും, ഒരു പ്രയാസം ഉണ്ടാവില്ല. എത്രത്തോളം ഈ 313 ആളുകൾ കോർഡിനേറ്ററിൻ്റെ കീഴിലെ ബ്ലോക്കുകൾ നമ്മൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കും. അവിടുത്തെ വൃത്തി നോക്കും, അവിടെ സേവനം നോക്കും, ക്ലാസ്സിൽ അറ്റൻഡൻസ് നോക്കും, അതോടൊപ്പം ക്ലാസ്സിൽ പങ്കെടുക്കുന്ന രീതി നോക്കും. എന്നിട്ട് ഏറ്റവും നല്ല ബ്ലോക്കിന് സമ്മാനം കൊടുക്കും. അപ്പോൾ വളരെ ശാസ്ത്രീയമായ രീതിയിലായിരിക്കും നമ്മൾ ക്യാമ്പ് നടക്കുക. ഈ സാധാരണഗതിയിൽ ഇത്രയും ഹ്യൂജ് കൗണ്ടുള്ളത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമായിരിക്കും. പിന്നെ ആളുകളൊക്കെ പിന്നെ ഭക്ഷണമാണെങ്കിലും മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് പോകുന്ന അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാകും. പിന്നീട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാസമയം എത്തിക്കുക എന്ന് പറയുന്നതൊക്കെ ഈ 10,313 ആളുകളിൽ നിക്ഷിപ്തമായിരിക്കും. അല്ലല്ല, ഭക്ഷണം ക്യാമ്പിലേക്ക് എത്തിക്കുന്ന വിക്കായായിരിക്കും. നമുക്കറിയാം, വിക്കായ രാവും പകലും അവിടെ സന്നദ്ധരായിട്ടുണ്ടാവും. അവരാണ് ക്യാമ്പിലേക്ക് എത്തിക്കുക. ക്യാമ്പിന് ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഹാൻഡ് ഓവർ ഇവർ ത്രൂ ആയിരിക്കണം. അപ്പോൾ ഒരു പ്രബോധനം ഈ 10,313 ഒരാൾ 2 ആൾ ഭക്ഷണം കൊടുത്താൽ മതി. സുഖമായിട്ട് 30,313 ആളുകൾ ഭംഗിയായിട്ട് ഭക്ഷണം കഴിക്കും. അവർ കഴിഞ്ഞ് അവർ മേടിക്കുന്നു, അത് വേസ്റ്റ് കവറിൽ വെക്കുന്നു, അത് വിൽക്കാമെന്ന് കൊണ്ടുപോകുന്നു. ഒരാൾക്ക് പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ ആ ക്യാമ്പ് സൈറ്റ് 33,313 എന്ന് പറയുന്നത് ചെറിയൊരു ഒന്നല്ല, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ ഒരുപാട് ഗൂഗിളിൽ സെർച്ച് നോക്കി, ഇന്ത്യയിൽ അങ്ങനെ ഒരു ക്യാമ്പ് നടന്നിട്ടില്ല. ഇത്രയും ആളുകൾ പങ്കെടുക്കുന്ന, ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് ഇന്ത്യയിൽ നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പലരും അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ലോകത്തൊന്നും നടന്നിട്ട് അറിയില്ല എന്നാണ്. നമ്മളില്ലെന്ന് പറയുന്നത് നമുക്കറിയില്ല. അപ്പോൾ അത്രക്കും വലിയ ഒരു ക്യാമ്പാണ് നടക്കാൻ. ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് സമസ്തയ്ക്ക് ഇതൊക്കെ സാധിക്കുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക പല കോണുകളിലുണ്ട്, അല്ലെങ്കിൽ ഒരു സംശയമുണ്ട്. അപ്പോൾ ഈ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പം
അതിൽ ഉസ്താദിൻ്റെയൊക്കെ ഒരു കോർഡിനേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ? ഞാൻ പറഞ്ഞില്ലേ 23,000 ജനറൽ ക്യാമ്പിൽ ആളുകൾ പങ്കെടുക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ പലരും പറഞ്ഞ അസാധ്യമാണ്, ഇത്ര ആളുകൾ കിട്ടില്ല. പലരും പറഞ്ഞൊരു വിഷയമാണ്, ഇത്ര ആളുകൾ കിട്ടില്ല എന്നാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച ഡേറ്റും തന്നെ അത് പൂർണ്ണമായി. പക്ഷെ വീണ്ടും സമ്മർദ്ദം വന്നിട്ടാണ് നാളെ നമുക്ക് റീ ഓപ്പൺ. സ്പോട്ട് രജിസ്ട്രേഷൻ ഒരാൾ വന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇല്ല, ഒരിക്കലും നമുക്ക് ഉസ്താദിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ വന്നു ആരും വന്നാലും കൊടുക്കില്ല. ഇപ്പം ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യണം എൻ്റെ ഒരു നാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്നാൽ ഉസ്താദ് എന്നോട് എന്ത് പറയും? ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ, ബ്ലോക്കുകളാണ്. ഈ ബ്ലോക്കിൽ കോർഡിനേറ്റർ ഉണ്ടാവും, അവർക്ക് നിശ്ചയിക്കപ്പെട്ട ചെയർ അവിടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുണ്ടാവും. പക്ഷേ അവിടെ നേരത്തെ ഞാനതിൻ്റെ ക്യാമ്പ് എഞ്ചിനീയർ എടുത്ത് ഒരു QR കോഡൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അത് നേരത്തെ തയ്യാറാക്കി ഇരിപ്പിട നമ്പറൊക്കെ ഉണ്ടാകും. മാത്രമല്ല നമ്മൾ ബാഡ്ജ് അടക്കം പ്രീ ക്യാമ്പിൽ വിതരണം ചെയ്യും. ഈ ബാഡ്ജുമായിട്ട് വന്നൊരു കയറാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാം മുൻകൂട്ടി പ്ലാനഡ് ആണ്. അവർക്ക് ഗിഫ്റ്റ് ഉണ്ട്, ഗിഫ്റ്റ് സമാപന ദിവസം കൊടുക്കുള്ളൂ. പിന്നെ ബാഡ്ജും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കൊടുത്ത് ഈ ബാഡ്ജ് വെച്ചുകൊണ്ട് ഒരു കയറാൻ കഴിയുള്ളൂ. അപ്പോൾ സ്പോട്ട് രക്ഷണിൽ ഒരിക്കലും കഴിയില്ല. ഇപ്പം ഉസ്താദ് ഒരാൾ പ്രബോധകരുടെ ആ ഒരു 10,319 രജിസ്റ്റർ ചെയ്യുന്നത് ഉത്തമം, അതല്ല ഈ ജനറൽ ഇതിലാണോ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ജനറൽ ക്യാമ്പ് എന്ന് പറയുമ്പോൾ സമ്മേളനത്തിൻ്റെ ഭാഗം മാത്രമാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതോടെ കഴിയും. 10,313 ഒരാൾ അംഗമായി കഴിഞ്ഞാൽ ഗുണം ഈ ജനറൽ ക്യാമ്പിലും പങ്കെടുക്കാം, ഇവർക്ക് പ്രത്യേകമായിട്ട് ക്ലാസ്സിലും പങ്കെടുക്കാം. പ്ലസ് സമ്മേളനത്തിന് ശേഷം വ്യത്യസ്തമായ പരിശീലനങ്ങളുണ്ടാകും, വ്യത്യസ്തമായ ക്ലാസ്സുകളുണ്ടാകും, പ്രബോധന മേഖലകൾ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് 10,313 അംഗമാകലാണ്. ഈ 10,313 സമ്മേളന ശേഷം വീണ്ടും ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമല്ല. പ്രയാസമില്ല, ഞാൻ പറഞ്ഞല്ലോ 313 കോർഡിനേറ്റർ. കാരണം ഒരു ഓഡിറ്റോറിയം പോലും തികയില്ല. ഇല്ല, അങ്ങനല്ല. ഇവർക്ക് 313 കോർഡിനേറ്റർമാരുണ്ടാവും. ആ കോർഡിനേറ്റർമാരെ കീഴിലായിരിക്കും 33 വിധ ആളുകൾ ഉണ്ടാകുക. ഇവരായിരിക്കും ഇവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുക. പിന്നെ ജില്ലാ ബേസിലൊക്കെ ഇവർ ക്ലാസ് കൊടുക്കും, മേഖലയുടെ സെൻറ്റർ ക്ലാസ് കൊടുക്കും. ഇവർ ഒന്നിപ്പിക്കുന്നത് പോലും ഒരു സമ്മേളനമാണ്. സമ്മേളനമായിരിക്കും. അതുകൊണ്ടല്ലോ സമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തഹിയുടെ പദ്ധതികൾ 10,313. അത്രയും വലിയൊരു പദ്ധതിയായിട്ട് സംസ്ഥാനങ്ങൾ. ഇനിയിപ്പോൾ ഈ 33,000 ആളുകൾ ഒന്നിച്ച് ചേരുമ്പം ഇവർക്ക് ഈ സ്റ്റേജിലേക്ക് നമ്മൾ എങ്ങനെ ആ കാഴ്ചകളെത്തും? ഇപ്പം വളരെ ലോങ് ആയിട്ടൊരു വിമാനം നമ്മൾ താഴെ നിന്ന് കാണുന്ന പോലെയായിരിക്കും. അപ്പോൾ LED സ്ക്രീനൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ എന്നാലും എങ്ങനെയായിരിക്കും സജ്ജീകരണം? സംവിധാനം കണ്ടിട്ടുള്ളത് സ്റ്റേജ് വലിയ സ്റ്റേജ് ആയിരിക്കും, അതിൽ തന്നെ വലിയ സ്ക്രീൻ ഉണ്ടാകും. സ്റ്റേജിൻ്റെ 2 ഭാഗത്തും സ്റ്റേജിൻ്റെ അതേ വലുപ്പമുള്ള LED വാളുണ്ടാകും. അതിന് പുറമെ ഓരോ ഭാഗത്തും എല്ലാവർക്കും നേരിട്ട് കാണാവുന്ന ഫീലിംഗ് വരുന്ന രീതിയിൽ, അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതി LED വാള് നമ്മുടെ ക്യാമ്പ് സെറ്റ് മുഴുവനായിട്ട് ഫിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും കാണാൻ. ഈ ക്യാമ്പ് എത്ര സബ്ജക്റ്റ്, എത്ര ഗസ്റ്റുകൾ? ഗസ്റ്റ് ഉദ്ദേശിച്ചത് ആശംസ പറയാൻ വരുന്നവരെ അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ക്ലാസ് എടുക്കാനോ നമ്മളുമായിട്ട് സംവദിക്കാനൊക്കെ വരുന്ന ആളുകൾ, അവർ എത്ര, എങ്ങനെ, എന്തൊക്കെ? പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് പുറത്തുവിടാനായിട്ടില്ല. കാരണം മുഷാവറ ഫൈനൽ ചെയ്യേണ്ടത്, അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്ലാസ്സിൻ്റെ രീതി എന്ന് പറയുന്നത് സാധാരണ വ്യത്യസ്തമായിക്കൊണ്ട് ക്ലാസ്സുകൾ നടക്കും, അതിൽ പാനൽ ഡിസ്കഷൻ നടക്കും. ഇങ്ങനെ ഓരോ സെഷൻ കഴിയുമ്പോഴും അതിൻ്റെ ചർച്ച നടക്കും. അപ്പോൾ ആളുകൾക്ക് കഴിഞ്ഞ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരം നടക്കും സദസ്സിൽ തന്നെ. അതിനോട് സമയം വ്യവസ്ഥാവില്ല, സ്ക്രീനിൽ ചോദ്യം വരും, ഇവർക്ക് നേരിട്ട് അതിനെ ആൻസർ ചെയ്യാൻ കഴിയും, അതിന് സമ്മാനം പ്രഖ്യാപിക്കും. എന്നാൽ ഇതിനൊന്നും സമയം നഷ്ടപ്പെടാത്ത രീതി, ഇങ്ങനെ ഒരു വേറിട്ട രീതികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഒരു പ്രഭാഷകൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ അവർ പറയുന്ന വിഷയങ്ങളുടെ പോയിൻറ്റ്സുകൾ സ്ക്രീനിൽ കഴിഞ്ഞു. ഒരു ആയത്ത് വയ്ക്കുന്ന ആയത്ത് സ്ക്രീനിൽ വരും. അപ്പോൾ ഒരു പ്രഭാഷകൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ അത് നമുക്ക് തോന്നുകയാണ് ആ വിഷയം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെ? സ്ക്രീനിൽ വരും, QR കോഡ് വരും, മാറ്ററിൽ വരും, ഇവർക്ക് അപ്പം തന്നെ മൊബൈലിൽ നിന്ന് സ്കാൻ ചെയ്തുകൊണ്ട് എടുക്കാം. അപ്പോൾ കഴിയുന്ന ക്ലാസ്സുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പിന്നീട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരു വേറിട്ട രീതിയാണ് നമ്മൾ. അപ്പോൾ ഞാനിത് ചോദിക്കുമ്പോൾ ഇപ്പം ഓൺലൈനൊക്കെ വളരെ സജീവമുള്ള കാലമാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് സബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നമുക്ക് കിട്ടാനുണ്ട്, ChatGPT കിട്ടാനുണ്ട്, ജെമിനി കിട്ടാനുണ്ട്. യൂട്യൂബിൽ തന്നെ നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള സബ്ജക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഇത്ര ഒരു ക്യാമ്പ് എങ്ങനെയാണ് അതിൽ വ്യത്യസ്തമാവുന്നത്? ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്യുന്നതും
ഒരു പണ്ഡിതൻ്റെ മുന്നിൽ നിന്ന് പഠിക്കുന്ന രണ്ടാണ്. രണ്ടാമത്തത്, ഈ ക്യാമ്പിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ കേവലം പഠനം മാത്രമല്ല, 33,313 ആളുകൾ പങ്കെടുക്കുന്നൊരു ജമാഅത്ത്. ഒരു പക്ഷേ ഇരു ഹറമുകൾക്ക് മക്കത്തും മദീനയും കഴിഞ്ഞാൽ 100 ജമാഅത്ത് നിസ്കാരം തുടർച്ചയായിട്ട് അവിടെ ഉണ്ടാവില്ല. ഇത്ര ആളുകൾ പങ്കെടുക്കുന്ന ഒരു ജമാഅത്ത് ഭയങ്കര സംഭവമായിരിക്കുമല്ലോ. മാത്രമല്ല, ഓരോ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓരോരുത്തരും ഒരു ദിവസം ഒരു ജിസുവത്ത് കാണുക. അത് സ്ഥലക്ക് നിശ്ചയിക്കും ഏത് ഭാഗം അതുള്ളത്. ഓതി കഴിയുമ്പോഴേക്ക്, നമ്മുടെ സമ്മേളനം കഴിയുമ്പോഴേക്ക് 3,313 ഹത്തം തീർന്നിരിക്കും. ഒരു ദിവസത്തിൽ എല്ലാവരും ഒരു യാസിൻ ഓതുമ്പോഴേക്ക് 33,313 യാസിൻ. ചെറിയ വിഷയമല്ലല്ലോ. ഇതും ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന കാര്യമില്ലല്ലോ. ഒരു ആത്മീയമായിക്കൊണ്ട് വലിയൊരു മാറ്റം അവിടെ നിന്ന് വന്നു പോയിട്ടുണ്ടാകും. തഹജ്ജുദ് നിസ്കരിക്കുന്നവർ തഹജ്ജുദ് നിസ്കരിക്കൽ മാത്രമല്ല ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ പറയും, എന്താണ് തഹജ്ജുദ്, അതെങ്ങനെയാണ്, എന്താണ് അതിനുള്ള ഗുണം. ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സുകളെ കൃത്യമായിക്കൊണ്ട് എത്തിച്ച് ഒരു ആത്മീയ മാറ്റം ഉണ്ടാക്കിയെടുക്കലാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടില്ല. യെസ്. സത്യത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ രജിസ്ട്രേഷൻ വീണ്ടും ലാസ്റ്റ് ഡേ ആണ്. ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക? ഗൂഗിൾ ഫോം ആണോ, ഇനി അങ്ങനെയല്ല വേറെ എന്ത് രീതിയിലാണ്? ഒരാൾ എങ്ങനെയാണ്, ഒരു സാധാരണക്കാരൻ ഒരു പക്ഷേ ഇത് അറിയുന്നുണ്ടാവില്ല, എങ്ങനെയാണ് അതിൻ്റെ ഇത് ചെയ്യേണ്ടത്? ഇത് നമ്മൾ പ്രത്യേകം ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിലവിൽ നമ്മൾ ഓരോ മദ്രസയിലെയും സദറുസ്താദിൻ്റെ കയ്യിലുണ്ടാകും. അപ്പോൾ ആർക്ക് താല്പര്യമുണ്ടെങ്കിൽ സദറുസ്താദിന് കാണാം. അത് പേപ്പർ ഫോമാണോ അതോ ഗൂഗിൾ ഫോമാണോ? പേപ്പർ ഫോമാണ്. കാരണം അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. കാരണം ഗൂഗിൾ ഫോം ആകുമ്പോൾ ഫേക്ക് ഒരുപാട് വരും. ആർക്ക് അടിച്ച് കയറ്റി വിടാം, വരുന്നതാണോ വരാത്തതാണോ ഉള്ളതാണോ നമുക്കത് പിന്നെ രണ്ടാമത് പണിയെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. സദറുസ്താദ് അറിയുന്ന ആളായിരിക്കും. സ്വാഭാവികമായിട്ട് ഏത് മദ്രസയിൽ സദറുസ്താദിന് ആ നാട്ടുകാരെ പരിചയം ഉണ്ടാകും. അപ്പോൾ സദറുസ്താദിനെ സമീപിച്ച് കഴിഞ്ഞാൽ ഫോം കിട്ടും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ സദറുസ്താദ് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ സൈറ്റിലേക്ക് സദറുസ്താദുമാർക്കാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട ചുമതല ഉണ്ടാവുക. അപ്പോൾ വെരിഫൈഡ് ആയിരിക്കും. ഈ ജനറൽ ക്യാമ്പ് 10,313 പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ മെൻഡേഴ്സ് ഉണ്ട്, അവരെ സമീപിക്കാം. അതില്ലെങ്കിൽ മെൻഡേഴ്സ് ആരാണ്? ഒന്ന് SKSൻ്റെ മേഖല സെക്രട്ടറിമാരുണ്ട്, അവരെ ബന്ധപ്പെടാം. യൂണിറ്റ് സെക്രട്ടറി ബന്ധപ്പെടാം. SKSൻ്റെ യൂണിറ്റ് സെക്രട്ടറി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ പേപ്പർ ഫോം കിട്ടും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ സദറുസ്താദുമാർ ഈ പ്രബോധകരുടെയും ജനറലിൻ്റെയും ഇവർ SKSFൻ്റെ ഭാരവാഹികളൊക്കെ ഈ 10,313 രജിസ്റ്റർ ചെയ്യും. ഇനി അങ്ങനെ ഒന്നും കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിനായിട്ടൊരു നമ്പറുണ്ട്, 98 955 11313 നമ്പർ. അങ്ങനെയാണ്, നല്ല നമ്പറാണ്. ഇതിനായിട്ടുള്ള നമ്പറാണ്. നിങ്ങളൊന്ന് സ്ക്രീനിൽ ഇൻഷാ അല്ലാഹ് കാണിക്കും. തീർച്ചയായിട്ടും ആ നമ്പറിൽ ഇവർക്ക് ബന്ധപ്പെടാൻ മെസ്സേജ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി 9 മണിയോടുകൂടെ എല്ലാം ക്ലോസ് ചെയ്യും. ഏതായിരുന്നാലും ഇന്നത്തെ ഒരു സമയം കൂടി അവസാന ഒരു ചാൻസാണ്. എന്നോട് പല ആളുകളും പരിചയമുള്ള ആളുകളൊക്കെ ചോദിച്ചു, അവിടെ വന്നാൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവില്ലേ, നടക്കില്ലേ? നമുക്ക് ആളെ കിട്ടാത്തത് കൊണ്ടല്ല ഇത് എന്ന് നമുക്ക് ആദ്യമായി പറയാൻ സാധിക്കും. പക്ഷേ ആ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊരു വലിയൊരു കൗണ്ടാണ്. ഈ കൗണ്ടിലെങ്കിലും പെടാൻ നമ്മൾ ശ്രമിക്കുക. അതിനുള്ളൊരു അവസരമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ തുറന്നു വന്നിട്ടുള്ളത്. ഇന്ന് രാത്രി 9 മണിയോടുകൂടി നമ്മുടെ രജിസ്ട്രേഷൻ ഓഫ് ചെയ്യുന്നതായിരിക്കും. ആ തരത്തിലാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത്. ബാക്കിയൊക്കെ അത്ഭുതമാണ്. ബാക്കിയൊക്കെ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനൊക്കെ മേലെയായിരിക്കും നമ്മൾ. അത് നമ്മുടെ എക്സ്പെക്റ്റേഷനൊക്കെ എന്താണ് എന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും ക്യാമ്പിൻ്റെ വിവരങ്ങളാണ് ഉസ്താദ് ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ചത്. ഇനി നമുക്ക് ക്യാമ്പിൽ കാണാം. അതിനിടയിൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് സുപ്രഭാതത്തെ ഫോളോ ചെയ്യുക. അസ്സലാമു അലൈക്കും.